പിസ്സ കഴിക്കുവാണ്. നല്ല യമ്മിയാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ, ബൈ. ഇങ്ങോട്ട് നോക്കി കഴിക്കണം. ഞാനിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ബ്രെഡ് പിസ്സയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റിൽ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോരോ വെജിറ്റബിൾസ് വെച്ച് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഫസ്റ്റിൽ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു ക്യാപ്സിക്കം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ്, അതും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു ടൊമാറ്റോ ആണ്, അത് അതിൻ്റെ സീഡ് റിമൂവ് ചെയ്തതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് നമുക്ക് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് അതിലേക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ മിക്സഡ് ഹെർബ്സോ ഒറിഗാനോയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചിക്കനും കൂടി ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. പിന്നീട് ട്രേയിലേക്ക് അലൂമിനിയം ഫോയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ബ്രെഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നീട് അത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് അലൂമിനിയം ഫോയിൽ വെച്ചിരിക്കുന്നത്. ഞാനിവിടെ വളരെ ചെറിയ ബ്രെഡാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് വലിയ ബ്രെഡോ ഏത് ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് സോസാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ പിസ്സ സോസുമാണ് എടുത്തിരിക്കുന്നത്. പിസ്സ സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ടൊമാറ്റോ സോസ് മാത്രമാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ബ്രെഡിലേക്കും അത് പുരട്ടി കൊടുക്കാം. നമുക്ക് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾ മിക്സില്ലേ, അത് ആവശ്യത്തിന് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് വളരെ സിമ്പിളുമാണ്. പിന്നെ കുട്ടികളൊക്കെ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് കഴിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗം കൂടിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ. എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ഇത്. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെ മുകളിൽ വെജിറ്റബിൾ മിക്സ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചീസ് നമ്മുടെ ഇഷ്ടത്തിന്, ഒരുപാട് ചീസ് വയ്ക്കുന്ന ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് വെച്ച് കൊടുക്കാം. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ മുകളിൽ ചീസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഓവന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിരുന്നു. ഇനി അതിലേക്ക് ഞാൻ ഇത് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ടെമ്പറേച്ചർ ഞാൻ 180 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ സെലക്ടർ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും ഹീറ്റ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഞാനിപ്പോൾ ഒരു 20 മിനിറ്റാണ് ടൈമർ വെച്ചിരിക്കുന്നത്. നമുക്ക് 15 മുതൽ 20 മിനിറ്റ് വരെ മതിയാവും ഇത് കുക്കാവാനായിട്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് വെച്ചിട്ടാണ് എനിക്കിത് കറക്റ്റായിട്ട് കിട്ടിയത്. കണ്ടില്ലേ, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.